ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തലപൊക്കി ചുറ്റും നോക്കുക, തലപൊക്കി നോക്കുക. നീ ഇനിയും തളർന്നിരിക്കണ്ട, നീ ഇനിയും മ്ലാനവതനായിരിക്കണ്ട, നീ ഇനിയും ഏകാഗിയായിരിക്കണ്ട, നീ ഇനിയും വിഷമിച്ച് വേദനിച്ച് പ്രയാസപ്പെട്ടിരിക്കണ്ട. തലപൊക്കി ചുറ്റും നോക്കുക. ഒന്നാമത് തലവെക്കാൻ പറഞ്ഞത് സന്തതി ജനിക്കുമെന്നുള്ള വാഗ്ദത്വമാണ്. പ്രോമിസ്. ദൈവം വാഗ്ദത്തം തരുന്നു, ഒരു പ്രോമിസ് തരുന്നു. നിങ്ങൾക്ക് പ്രോമിസ് തരികയാണ്, ദൈവം ഒരു വാഗ്ദത്തം തരികയാണ്. നിനക്ക് മാത്രമല്ല, സന്തതിക്കും, സന്തതി പരമ്പരകൾക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം നീ ഒരു കാര്യം ചെയ്യുക, കൂടാരത്തിൽ പുറത്തേക്ക് ഇറങ്ങി വാ, നീ ഒന്ന് മുകളിലേക്ക് നോക്കി. അബ്രഹാം നോക്കി, ആ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാമോ? അയ്യോ കർത്താവ്, എണ്ണാൻ വയ്യ. അതുപോലെ നിനക്ക് ഞാൻ സന്തതിയെ തരും, എണ്ണമില്ലാത്ത സന്തതിയെ തരും. കടൽക്കരയിലെ പൂഴി മണലുകൾ നോക്കൂ, മണൽത്തിരി എണ്ണി തീർക്കാമോ? ഇല്ല കർത്താവേ. കടൽക്കരയിലെ മണൽ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. ദൈവത്തിന് സ്തോത്രം. വലിയ വാഗ്ദത്തമാണ് കിട്ടിയത്. രണ്ടാമത് തലപൊക്കി നോക്കിയുള്ള അനുഭവം എന്താണ്? അത് ഉൽപ്പത്തി ദിവസം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം. 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ആദ്യം തലപൊക്കി നോക്കി ഇതെല്ലാം കാണുക എന്ന് പറഞ്ഞത് സന്തതി കിട്ടുമെന്ന് പറഞ്ഞിട്ട് വർഷം പിന്നെയും 24 വർഷം കഴിഞ്ഞു, മക്കളെ കിട്ടിയില്ല. ദൈവം വാക്ക് പറഞ്ഞിട്ടൊന്നും നടന്നില്ല. ഇനി അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അന്ന് വാഗ്ദത്തം കിട്ടി ഞാൻ സന്തോഷിച്ചതായിരുന്നു. പക്ഷേ ഞാൻ വൃദ്ധനായി പോയില്ലേ, ഭാര്യ സാറയും വൃത്തിയായി, ഒരു പ്രതീക്ഷയുമില്ല. അബ്രഹാം നെടുവീർപ്പോടെ ഇരിക്കുകയാണ് കൂടാരവാതിക്കൽ. അകത്ത്, ആ കൂടാരത്തിൻ്റെ അകത്ത് സാറ ഒറ്റയ്ക്കിരുന്ന് അവളും വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിരാശപ്പെട്ട ജീവിതം. നല്ല വാഗ്ദാനങ്ങൾ കിട്ടിയായിരുന്നു, പക്ഷേ എന്താ പ്രയോജനം? ഒന്നും നടന്നില്ലല്ലോ. നല്ല വാഗ്ദാനമായിരുന്നു, ഇത്രയും കാലം കാത്തിരുന്നിട്ട് നടന്നില്ല. ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് ദൈവം പറഞ്ഞു, പക്ഷേ നടന്നില്ല. ഈ 24 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. അപ്പോഴാണ് അബ്രഹാം തലപൊക്കി നോക്കി, കണ്ടേ ഒരു 3 പുരുഷന്മാർ വരുന്നു. ആരാണത്? നോക്കിയപ്പോൾ തേജമയന്മാരായ അത്യുജ്വല തേജസ്സായ ഒരാൾ, കൂടെ 2 ദൂതന്മാർ. ഇതാരാണ്? അബ്രഹാം നോക്കി. അബ്രഹാം മനസ്സിലായി, സാധാരണക്കാരൊന്നുമല്ല, തേജോമയന്മാരായ മാലാഖമാരോട് വന്നിരിക്കുന്നത്. ഒരാൾ തേജോരൂപിയായ ഒരു അത്ഭുത സ്വരൂപമാണ്. അബ്രഹാം നോക്കി. അബ്രഹാം ചെന്നു, നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. അവരെ എതിരേറ്റു. നിലം വരെ കുനിഞ്ഞ്, കൂടാരവാതിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. 3 പേരാണ് വന്നത്, പക്ഷേ യജമാനെ എന്ന് വിളിച്ചെന്താ? ഒരാളോട് പറയും പോലെയാണല്ലോ. അതിൽ ഒരാൾ, അത് ഞാൻ പറഞ്ഞല്ലോ, തേജോരൂപിയായിരുന്നു, മാലാഖമാരേക്കാളെല്ലാം എല്ലാം ഉപരിയായി. അത് സ്വർഗത്തേക്കാൾ ഉന്നതനായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മാലാഖമാർ 2 പേര് വന്നു, തേജോരൂപികളാണ്, മഹത്വകരമായ തേജസ്സുള്ളവരാണ്. എന്നാൽ കൂടെ ഒരാൾ നിൽക്കുന്നത് പ്രശോഭിതമായ വേഷവിധാനങ്ങളോടുകൂടെ തേജസ്സിൻ്റെ അങ്കി അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സാക്ഷാൽ ദൈവപുത്രൻ തന്നെയായിരുന്നു, ക്രിസ്തുവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കും, അപ്പോൾ ക്രിസ്തു ഒന്നും ജനിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാന് ശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന്. അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അനാദ്യന്തനാണ്, ആദിയില്ലാത്ത ആദിയാണ്, അന്തമില്ലാത്ത അന്തമാണ് ക്രിസ്തു. ദ ബിഗിനിങ്ലെസ് ബിഗിനിങ് ആൻഡ് ദ എൻഡ്ലെസ് എൻഡ്. ആദിയില്ലാത്ത ആദിയാണ്, അന്തമില്ലാത്ത അന്തമാണ് ആ ക്രിസ്തു. ഈ അബ്രഹാം ചെന്ന് നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. യജമാനെ എന്ത് പറഞ്ഞു? യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. പോവല്ലേ, അയ്യോ എന്നോട് കൃപയുണ്ടെങ്കിൽ കടന്നു പോകല്ലേ, എന്നെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. ഞാൻ അതിഥികൾ വരുമ്പോൾ സ്വീകരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ കാലുകളൊക്കെ കഴുകട്ടെ. ഇത്തിരി വെള്ളം ഓടിക്കൊണ്ട് ചെന്ന് കൊണ്ടുവരാൻ ഞാൻ കാലുകളൊന്ന് കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ. ഇവിടെ എൻ്റെ കൂടാരം വലിയ സൗകര്യമുള്ള കൂടാരമൊന്നും അല്ല. നിങ്ങളുടെ കാര്യം, ഞാൻ വൃക്ഷത്തിൻ കീഴിൽ നിങ്ങൾ ഇരിപ്പീൻ. ഞാൻ 1 മുറി അപ്പം കൊണ്ടുവരാം. ഞാൻ 1 മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. അടക്കാനായിട്ടാണല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധേയമായ അനേകം കാര്യങ്ങളുണ്ട്. വിശപ്പടക്കിയിട്ട് പോകാൻ ഇതാ യേശു വരുന്നു. ദാഹം മാറ്റിയിട്ട് പോകാൻ യേശു വരുന്നു. നിത്യനായ രക്ഷകന് ദാഹം,
കർത്താവായ യേശുവിന് ദാഹം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നന്നാക്കാൻ വേണ്ടി ദാഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ദാഹിക്കുന്നു. യേശു ക്രിസ്തു അത്ഭുതം നടത്തുവാനായിട്ട് ദാഹത്തോടെ വന്ന് നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. കുരിശിന്മേൽ ദാഹിച്ചവൻ ഇന്ന് നമ്മുടെ അരികിലേക്ക് ദാഹാർത്ഥനായി വന്നിരിക്കുന്നു. കുരിശിൽ കിടന്ന് കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞു. 5-ാമത്തെ തിരുമൊഴി, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കുരിശിന്മേൽ കിടന്ന് ദാഹിച്ചവൻ ഇന്ന് നമ്മുടെ അരികിലേക്ക് ദാഹത്തോടെ വന്നിരിക്കുന്നു, ആർത്തിയോടെ വന്നിരിക്കുന്നു, വിശപ്പടക്കാൻ വന്നിരിക്കുന്നു. മനസ്സിലാകുമോ ഇത്? വെള്ളിയാഴ്ചത്തെ കീർത്തനങ്ങളിലൊരു ഗീതമുണ്ടല്ലോ, നിങ്ങൾക്കറിയാമോ? ആ സമയം ദയനീയം രോഗങ്ങളെ അങ്ങാറ്റിയതിൻ പകരം തന്നെ ക്രൂശിച്ചിടാൻ കൊണ്ടിക പോയി ദൃഷ്ടന്മാർ. ആ സമയം ദയനീയം നുകരാൻ മശിഹാ ജലമർത്തിച്ചാൻ ശബ്ദസമൂഹം കടുവീഞ്ഞും കാടിയുമേകി തന്നാദത്താൽ ആഴിയുമാഴവുമങ്ങഞ്ചി. ആ സമയം ദയനീയമായിരുന്നു. എനിക്ക് ദാഹിക്കുന്നെന്ന് കർത്താവ് പറഞ്ഞ സമയം ദയനീയമായിരുന്നു. ആ സമയം ദയനീയം. നുകരാൻ മിശിഹ ജലമർത്തിച്ചാൻ, കുടിക്കാൻ കർത്താവ് വെള്ളം ചോദിച്ച സമയം ദയനീയമായിരുന്നു. എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ സമയം ദയനീയമായിരുന്നു. ശബ്ദസമൂഹം, ശപിക്കപ്പെട്ട ജനസമൂഹം, ശപിക്കപ്പെട്ട യൂതന്മാർ അവന് കടുവീഞ്ഞും കാടിയുമേകി. കയ്പുള്ള കാടിയും വീഞ്ഞും അവന് കൊടുത്തു. അവൻ്റെ നാദത്താൽ ആഴങ്ങളും സംഭ്രമിച്ചു പോയി, അഞ്ചിപ്പോയി. നിത്യനായ രക്ഷകൻ, സർവ്വത്തിൻ്റെയും സൃഷ്ടാവ്, അഖിലണ്ഡത്തിൻ്റെ ഉടയവൻ നീ ദാഹിക്കുന്നു പറഞ്ഞതായ സമയത്ത് ആഴങ്ങളും സംഭ്രമിച്ചു പോയി. ആ സമയം ദയനീയം നുകരാൻ ശബ്ദസമൂഹം കടുവീഞ്ഞും കാടിയുമേകി തന്നാദത്താൽ ആഴിയുമാഴവുമങ്ങഞ്ചി. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാഹാർത്തനായ യേശുവിന്റെ ഏരിയയിലേക്ക് വരികയാണ്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ ഞാൻ കഴിയട്ടെ, ഈ വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പീൻ, വിശപ്പടക്കിയിട്ട് പോകാം, ഒരു മുറിയപ്പം ഞാൻ കൊണ്ടുവരാം. ഒഴിവൊന്നും കൊണ്ടുവരാനില്ല, ഒരു മുറിയപ്പം കൊണ്ടുവരാം. ഇതുവരെയുള്ള അപ്പത്തിൻ്റെ കഷ്ണങ്ങൾ കുറേശ്ശെയായി കുറഞ്ഞു തിന്നുപോയതാണ്. ഇതുവരെയുള്ള ആയുസ്സിലെ കുറേയെല്ലാം നഷ്ടപ്പെട്ടു പോയ ആയുസ്സാണ്. ഇനി ഒരു മുറി അപ്പമേ ഉള്ളൂ. ആയുസ്സിലെ പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോയി. നല്ല നല്ല സംവത്സരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. കർത്താവേ, ഇനി ഒരു മുറി അപ്പമുണ്ട്, ഏതാനും ചെറിയ നാളുകൾ, വളരെ ചുരുക്കം ആയുസ്, വളരെ ചുരുങ്ങിയ സമയമുണ്ട്. അത് നിനക്ക് വേണ്ടി ഞാൻ തരാൻ തയ്യാറാണ്. ഞാൻ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകൾ കഴിയട്ടെ, ഞാൻ നിങ്ങളോട് വൃക്ഷത്തിന് കീഴിലിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, അത് തിന്ന് വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. അതിനായിട്ടല്ലോ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നത്. അവിടെ വൃക്ഷത്തിന് തണലിരിക്കുന്നു 3 പുരുഷന്മാർ അവിടെ ഇരിക്കുന്നു. ആരാണ്? ഒരാൾ സർവ്വജഗ നിയന്താവായി നിത്യനായ ദൈവപുത്രനാണ്. കർത്താവിന് സ്തോത്രം. 2 മാലാഖമാർ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. പാവപ്പെട്ട അബ്രഹാമിനെ കാണാൻ വന്നിരിക്കുകയാണ്. അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതം! അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ നിത്യനായ ദൈവം എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അബ്രഹാം അകത്തേക്ക് ഓടിച്ചെന്നു. എന്ത് ചെയ്തു? അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്ന്, ഭാര്യ സാറായിരിക്കുന്നിടത്തേക്ക് അബ്രഹാം ഓടിച്ചെന്നു. അവൾ വീർപ്പുമുട്ടി കണ്ണീര് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്രയും നാളായി കാത്തിരുന്നിട്ടൊരു മോനെ കിട്ടിയില്ലല്ലോ, എന്നും നെടുവീർപ്പല്ലേ ഉള്ളൂ, പ്രതീക്ഷയൊന്നും സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖത്തോടിരിക്കുകയാണ്. അപ്പോൾ നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. നോക്കൂ, പറഞ്ഞത് നിസ്സാരം, ഒരു മുറിയപ്പം കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. എന്നാൽ 3 ഇടങ്ങഴി മാവ് കുഴയ്ക്കാൻ പറഞ്ഞു. ഒരു വലിയ പ്രത്യേകത കാണാം. ഭർത്താവ് എപ്പോൾ എന്ത് പറഞ്ഞാൽ അനുസരിക്കുന്നുള്ള ഭാര്യ. സാറയ്ക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഭർത്താവ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനുഷ്യനായി ഇപ്പോൾ ഈ സമയത്ത് 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴയ്ക്കുക, ഇതൊക്കെ എളുപ്പ കാര്യമാണോ? ഇത് വേണമെങ്കിൽ വേണമെങ്കിൽ വേലക്കാരിയെ കുളിച്ചാക്കിയിട്ട് വരാം, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലായിരുന്നു സാറ്. ഭർത്താവ് പറഞ്ഞു, ഉടനെ അവൾ ചെയ്തു. അത്ര തന്നെ. ഭർത്താവ് പറഞ്ഞു, ഉടനെ അവൾ നിവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമാണ് ആ കുടുംബജീവിതം. എന്തൊരു ഐശ്വര്യമുള്ള കുടുംബജീവിതം. ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ഭാര്യ, ഭർത്താവ് പറയുന്നത് പൂർണ്ണ വേദവാക്യം പോലെ സ്വീകരിക്കുന്നൊരു ഭാര്യ. അത്ര ആത്മാർത്ഥത, അത്ര അടുപ്പം. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇതൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾ വെറുതെ വിട്ടുപോകരുത്. നിങ്ങളുടെ കുടുംബം എങ്ങനെയുണ്ട്? ഭാര്യയും ഭർത്താവ് ഒരു ഹൃദയമാണോ? ഒരു മനസ്സാണോ?
ഭർത്താവ് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ചോദ്യം ചെയ്യുകയാണോ അതോ അവിടെ വിനയത്തോടെ അനുസരിക്കുകയാണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അവിടെ പറഞ്ഞു 3 ഇണ മാവെടുത്ത് കുഴയ്ക്കുക എന്ന് പറഞ്ഞു. ഒരു മുറി അപ്പം എന്ന് പറഞ്ഞാൽ കാരണമുണ്ട്, അതിന് വേറെ വലിയ അർത്ഥമുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ പല അംശങ്ങളും എല്ലാം മുറിഞ്ഞു പോയി. ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം മുറിഞ്ഞുപോയി. വഴക്കിനും പിണക്കത്തിനുമായി കുറേയെല്ലാം മുറിഞ്ഞുപോയി. ആയുസിൻ്റെ ഭാഗങ്ങൾ, അഹങ്കാരവും സ്വാർത്ഥതയുമായി കുറേയെല്ലാം മുറിഞ്ഞുപോയി. കക്ഷി വഴക്കും സഭാ സംബന്ധമായ കേസുകളുമായി കുറേയെല്ലാം മുറിഞ്ഞുപോയി. ഇതുവരെയുള്ള ജീവിതത്തിലെ പല കാര്യങ്ങൾ മുറിഞ്ഞുപോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരു മുറി അപ്പമേ ഉള്ളൂ, എല്ലാം തീർന്നു. ആയുസിൻ്റെ നല്ല നല്ല കാലങ്ങളെല്ലാം പാഴായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളിതെല്ലാം കേൾക്കുമ്പോൾ ചിന്തിക്കണം, ആയുസിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ പാഴാക്കി കളഞ്ഞില്ലേ? ഓർത്ത് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെ പോയെങ്കിലും ഇപ്പോൾ ഒരു മുറിയപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ അബ്രഹാം 3 ഇണ മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കി. വാക്യം: അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. ക്ഷണത്തിൽ, വേഗം, എല്ലാ വാക്കുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഒട്ടും അമാന്തമില്ല. ആരാ? അതിഥി വന്നിരിക്കുന്നു. അതിഥി ആരാണ്? നിത്യനായ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. എൻ്റെ കൂടാരവാതുക്കൽ നിത്യനായ ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൻ്റെ വാതുക്കൽ വന്ന് നിൽക്കുന്ന ക്രിസ്തു, നിൻ്റെ ജീവിതത്തിൻ്റെ വാതുക്കൽ വന്ന് നിന്ന് കെഞ്ചുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്നിൽ നിന്നെന്തെങ്കിലും കിട്ടാൻ വന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്, ദാഹം തീർക്കാൻ വന്നിരിക്കുകയാണ്, വിശപ്പ് മാറാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അബ്രഹാം ധൃതി പിടിച്ച് എല്ലാം ചെയ്തു. അടുത്ത്: പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. വിനയപൂർവ്വം അവർ കൊടുത്തിട്ട് അബ്രഹാം ഇങ്ങനെ നിൽക്കുകയാണ്. 99 വയസ്സുള്ള അബ്രഹാം അങ്ങനെ നിൽക്കുകയാണ്. അത് വാതിലിൻ്റെ മറയിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് സാറ നിൽക്കുന്നുണ്ട്. രംഗത്തേക്ക് വരുന്നില്ല. കാരണം സാറ വരാൻ, സ്ത്രീകൾ അങ്ങനെ രംഗത്ത് വരരുതല്ലോ. ഭർത്താവ് വിളിച്ചാലല്ലേ വരാൻ പറ്റൂ. അതുകൊണ്ട് ലജ്ജാവതിയായ സ്ത്രീ അവൾ പിറയിൽ മാറി നിൽക്കുകയാണ്. 3 അതിഥികൾ വന്നിരിക്കുന്നത് അവൾക്കറിയാവൂ. അവൾക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഇങ്ങനെ വിനയപൂർവ്വം ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യേശുവിനെ ശുശ്രൂഷിക്കാൻ? യേശുവിനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ പാദം കഴുകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ കണ്ണീര് തുടയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ നോക്കി കരയുന്ന കണ്ണീര് തുടയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായി മാറും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കും. കർത്താവേ, നീ എന്നെ നോക്കി എന്തോരം കരഞ്ഞു. കർത്താവേ, എന്തുമാത്രം കരഞ്ഞു. എൻ്റെ കോപ സ്വഭാവം കണ്ട് നീ കരഞ്ഞല്ലോ. ഞാൻ കോപിച്ച് പറയുന്നതും എൻ്റെ മാതാപിതാക്കളോട് അധികാരമായി പറയുന്നതും എല്ലാം കണ്ട് നീ കരഞ്ഞല്ലോ. കർത്താവേ, എന്തെല്ലാം തെറ്റുകൾ എനിക്ക് വന്നുപോയത്, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ തെറ്റുകൾ എനിക്ക് വന്നുപോയല്ലോ. കർത്താവേ, ഞാൻ വിറയലോടെ നിൽക്കുന്നു. അബ്രഹാം ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം: അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് സ്തോത്രം. അബ്രഹാമിനോട് ചോദിച്ചു, അപ്പോൾ നിൻ്റെ ഭാര്യ സാറ എവിടെയാണ്? ഇതെല്ലാം അവൾ ഉണ്ടാക്കി തന്നത് ശരി, അവൾ എവിടെയാണ്? സാറ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തോ 24 കൊല്ലത്തിന് ശേഷം ഇതാ വാഗ്ദത്തം നിവർത്തിക്കാൻ പോവുകയാണ്. നിറവേറാൻ പോവുകയാണ്. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരും. കർത്താവായ യേശു പറയുകയാണ്, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരും. അപ്പോൾ നിങ്ങൾ സാറയും അബ്രഹാമും മാത്രമല്ല, നിങ്ങൾക്കൊരു മകനുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു മകനുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. 1 ആണ്ടിനകം നിങ്ങൾക്കൊരു മകൻ ജനിക്കും. സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം നിവർത്തിക്കുകയാണ്. പ്രൊവൈഡിയാണ്, പ്രൊവിഷൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം വാഗ്ദത്തം തന്നു, ഇപ്പോൾ വാഗ്ദത്തം നിവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം നിവർത്തി, പ്രൊവിഷൻ. ദൈവത്തിന് സ്തോത്രം. ആ പ്രൊവിഷന് ആധാരമായത് എന്താണ്? ഡെഡിക്കേഷനാണ്. അബ്രഹാം സമർപ്പിച്ചു. അബ്രഹാമിൻ്റെ സമർപ്പണം, ഡെഡിക്കേഷൻ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും മനസ്സിലായില്ലായിരിക്കും, സാരമില്ല. നിങ്ങൾ സമർപ്പിക്കുക. ഡെഡിക്കേഷൻ, ഉള്ളഴിഞ്ഞ് പറയുക. നിങ്ങൾ മാമോദിസായിൽ ഡെഡിക്കേഷൻ എടുത്തവരാണ്, സംശയമില്ല അല്ലേ? നിങ്ങൾക്കറിയാമത്. മാമോദിസായിൽ ഡെഡിക്കേഷൻ എടുത്തു. മാമോദിസായിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. നിങ്ങൾ മാമോദിസ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് അച്ഛൻ പറയുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്, എന്താണെന്നൊക്കെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ മാമോദിസായിൽ അച്ഛൻ തലവട്ടപ്പനോട് പറഞ്ഞു കൊടുക്കുക, തലവട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ തലവട്ടപ്പനോട് പറഞ്ഞു കൊടുക്കുക, സാത്താനെയും നിന്നെയും നിന്നിലുള്ള സകല ഭയത്തെയും
നിൻ്റെ സർവശക്തിയെയും ഞാൻ ഉപേക്ഷിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഈ തലറുന്നയാളുടെ ഇടത്തെ കൈ കൊണ്ട്, കുട്ടിയുടെ ഇടത്തെ കൈയിൽ പിടിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പറയുകയാണ്, സാത്താനെ നിന്നെയും സാത്താൻ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ കുട്ടിയുടെ വലത്തെ കൈയിൽ, സ്വന്തം വലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നു, മിശിഹാതമ്പുരാനെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹാതമ്പുരാനെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹാതമ്പുരാനെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. അതാണ് ഡെഡിക്കേഷൻ, അതാണ് സമർപ്പണം. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ എടുത്തവരാണ് നിങ്ങൾ. പക്ഷേ ഇങ്ങ് എടുത്തുനിന്ന് ആര് പറഞ്ഞു? ആർക്കും അറിയാൻ പാടില്ല. ഇങ്ങനെ സമർപ്പണം എടുത്തുനിന്ന് ആർക്കും അറിയാൻ പാടില്ല. അതൊന്നും ആർക്കും ചിന്തയില്ല. മാമോദിസ ഏറ്റപ്പോൾ ഇങ്ങനെ സമർപ്പണം എടുത്തുനിന്ന് ആരും ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ വാസ്തവത്തിൽ ഈ സമർപ്പണം എടുത്തവർ 12 വയസ്സാകുന്നതിന് മുൻപ്, 12ാമത്തെ വയസ്സാണ് ഏറ്റവും നല്ലത്, സഭ നിശ്ചയിക്കുന്നത് 12 വയസ്സാണ്, ഒരു കൺഫർമേഷനുണ്ട്. അത് ഇന്ന് നിർഭാഗ്യവശാൽ സഭയിലൊന്നും നടക്കുന്നില്ല. പഴയകാലത്ത് പിതാക്കന്മാർ എഴുതി വെച്ച ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ഈ കൺഫർമേഷൻ, അതിനുള്ള ശുശ്രൂഷയുണ്ട്. ഓരോ കുട്ടിയെയും വിളിച്ചു നിർത്തി ആ കുട്ടിക്ക് കാര്യം പറഞ്ഞു കൊടുത്ത്, നീ ശിശുവായിരുന്നപ്പോൾ നീ സാത്താൻ ഉപേക്ഷിച്ചവനാണ്, സാത്താൻ ഉപേക്ഷിച്ചവളാണ്, നീ പ്രായമായി വരുമ്പോൾ അത് നീ സ്വന്തം നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് നീ അത് സ്വന്തമാക്കി എടുക്കണം എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് വേറൊന്നുമല്ല, പ്രാർത്ഥിച്ച് ആ കുഞ്ഞിൻ്റെ തലവേൽ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്നൊരു സമ്പ്രദായമുണ്ട്. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പിതാക്കന്മാരുടെ സ്വത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ സമ്പാദിച്ചു വെച്ചിരുന്നതായ സ്വത്താണതെല്ലാം, അതെല്ലാം നഷ്ടപ്പെടുത്തി. ഇന്ന് എന്താ മാമോദിസ സമയത്ത് തലതൊടുന്നയാൾ കുട്ടിക്ക് വിവാഹം നടക്കുമ്പോൾ താലി എടുത്തു കൊടുക്കുക, മോതിരം കൊടുക്കുക, ഇതൊക്കെയാണ്. അത്രയും കവിഞ്ഞുള്ള വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. ഇതിലെ തെറ്റായ ധാരണകളാണ് പ്രിയപ്പെട്ടവരെ. ഒരു ഡെഡിക്കേഷൻ വേണം നമുക്ക്, ഡെഡിക്കേഷൻ. അബ്രഹാം ഡെഡിക്കേറ്റ് ചെയ്തു. എന്താണ് ഡെഡിക്കേറ്റ് ചെയ്തത്? അബ്രഹാം അവിടെ തനിക്കുള്ള വിഭവങ്ങൾ ഒന്നൊന്നായി യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ അർപ്പിച്ചു. മാലാഖമാരും യേശുവും അത് ഭക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നേഹിതരെ, ഞാൻ വളരെ എളിമയോട് നിങ്ങൾ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്ന ആലോചനയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാനിതാ അന്ന് മാമോദിസയിലെ സമർപ്പണം ഞാൻ പുതുക്കുന്നു. ഇപ്പോൾ 12 വയസ്സിലൊന്നും നടന്നില്ല, 20 വയസ്സായി, വിവാഹ സമയമായി, അന്ന് നടന്നില്ല. കർത്താവെ, വാർദ്ധക്യമായി തുടങ്ങി, ഇപ്പോഴെങ്കിലും ഞാനിതാ സമർപ്പിക്കുന്നു. സാത്താനിയൻ ഉപേക്ഷിക്കുന്നു, സാത്താനിയൻ ഉപേക്ഷിക്കുന്നു, സാത്താനിയൻ ഉപേക്ഷിക്കുന്നു. നിങ്ങൾ സ്വന്തം നാവുകൊണ്ട് പറയണം, മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹാതമ്പുരാനെ നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു, മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വന്തം നാവുകൊണ്ട് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ തീരുമാനം വന്നു കഴിയുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മകനായിത്തീരുന്നത്, ദൈവത്തിൻ്റെ മകളായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മകനും മകളുമായി തീരണം. മകനും മകളുമായി തീർന്നാൽ നിങ്ങൾക്ക് അപ്പനോട് പറയാം, അപ്പോൾ എനിക്ക് ഇന്ന കാര്യം വേണമല്ലോ, കുറേ കടമുണ്ട്, കടമൊന്ന് മാറ്റി തരണമല്ലോ, അപ്പോൾ എനിക്ക് ചില തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, അത് ക്ഷമിച്ചു തരണമല്ലോ പറയാം. അപ്പൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായി പറയാം, അപ്പോൾ മദ്യപാനം കൊണ്ട് എനിക്കുള്ളതെല്ലാം മുടിച്ചു കളഞ്ഞല്ലോ, എനിക്കൊരു പുതിയ നല്ല കാലം തരണമേ പറയാം. അപ്പനോട് പറയാം. അപ്പൻ മക്കൾ പറഞ്ഞാൽ കേൾക്കും. പക്ഷേ ഇന്ന് സ്വർഗസ്ഥലങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുകയല്ലാതെ അപ്പൻ്റെ മക്കളായി തീർന്നിട്ടില്ല. അപ്പൻ്റെ മകനായിത്തീരണം, അപ്പൻ്റെ മകളായിത്തീരണം. ഈ സത്യമാര് മനസ്സിലാക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഞാൻ അവലാധിയോടെ ചിന്തിക്കുകയാണ്, എൻ്റെ കർത്താവേ, ഇതെല്ലാം ഓടിക്കിടന്ന് പറയുവാൻ, എല്ലാവരെയും അറിയിക്കാൻ അത്യാവശ്യമുണ്ടല്ലോ. അതിന് ആളുകൾ എഴുന്നേറ്റ് വരട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്. അനേകർ സുവിശേഷകരായി എഴുന്നേറ്റ് വരണം. ഈ സമ്പൂർണ്ണ സത്യം അനേകർക്ക് ഓടിക്കിടന്ന് വിളമ്പാൻ അനേകം ചെറുപ്പക്കാർ എഴുന്നേറ്റ് വരണം. അനേകരെ വലിയ ഉത്സാഹത്തോടെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം. പിതാക്കന്മാർ നിർദ്ദേശിച്ച ആ വസ്തു എന്തെന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അതൊന്നും ചെയ്യാനുള്ള സാഹചര്യങ്ങളോ അതിനുള്ളതായ സംവിധാനമോ ഇന്ന് സഭകളിലില്ല. നിർഭാഗ്യവശാൽ അത് ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. കർത്താവേ, ഇത്രയും കാലം ഞാൻ പിശാചിന് ഇടം കൊടുത്തുപോയി, സാത്താനിന് ഇടം കൊടുത്തുപോയി. ഞാൻ അശുദ്ധമായ ശീലങ്ങളിലേക്ക് പോയപ്പോൾ സാത്താന് ഇടം കൊടുത്തുപോയി. ചീത്ത പടങ്ങൾ കാണാൻ നോക്കിയപ്പോൾ ഞാൻ പിശാചിന് ഇടം കൊടുത്തുപോയി. അശുദ്ധമായ പ്രവൃത്തി വന്നപ്പോൾ ഞാൻ പിശാചിന് ഇടം കൊടുത്തുപോയി. കഞ്ചാവ് ഉപയോഗിച്ചപ്പോൾ പിശാചിന് ഇടം കൊടുത്തുപോയി. കർത്താവേ, ഞാൻ തീരെ ലക്കില്ലാത്തതുപോലെ, സുബോധമില്ലാത്തതുപോലെ എന്തെല്ലാമോ ഒക്കെ പ്രവർത്തിച്ച് ഞാൻ പിശാചിന് ഇടം കൊടുത്തുപോയി. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറഞ്ഞു നിൽക്കുന്നു, ദുഷ്ടപിശാച് അവകാശം പറഞ്ഞു നിൽക്കുന്നു. അവനെ പാപത്തിന് ചങ്ങലയിട്ട് കുടുക്കി നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. കർത്താവേ, രക്ഷിക്കണമേ. നിങ്ങൾ പറയണം, നരകത്തിലേക്ക് പാപത്തിന് ചങ്ങലയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു, രക്ഷിക്കണമേ നിങ്ങൾ പറയണം.
കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ കർത്താവ് വന്ന് ചങ്ങലയുടെ കെട്ട് പൊട്ടിക്കും, ചങ്ങല അറുത്ത് കളയും. പിശാചിൻ്റെ ചങ്ങല പാവത്തിൻ്റെ ചങ്ങലയാണ്. ആ പാവത്തിൻ്റെ ചങ്ങല കർത്താവ് പൊട്ടിച്ചു തരും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഏത് നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിർവഹിക്കണമേ. കാരാഗ്രഹത്തിലുള്ള ആത്മാവ് പുറത്തു വന്ന് സ്തുതിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ കാരാഗ്രഹത്തിലാണ് അനേകം പേര്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പിശാചിൻ്റെ ജയിലിലാണ് അനേകർ, സാത്താൻ ജയിലറയിലാണ് അനേകർ. ഈ ജയിലറയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടണം. എന്തു വേണം? ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. കർത്താവേ, ഞാൻ ബന്ധനത്തിലാണ്, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. യേശുവേ, വേറെ ആരോട് ഞാൻ പറയുന്നില്ല, ഞാൻ യേശുവിനോട് പറയുകയാണ്. യേശുവേ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു. കർത്താവേ, മിശിഹായെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു. നിങ്ങൾ പറയുമ്പോൾ അപ്പോൾ ആ ഡെഡിക്കേഷൻ ദൈവം സ്വീകരിക്കും, ആ സമർപ്പണം കർത്താവ് അംഗീകരിക്കും. എന്നിട്ടോ കർത്താവ് എൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മൾ ചേർക്കും. സ്വർഗീയ പൗരത്വം നമുക്ക് തരും. സ്വർഗത്തിലെ പൗരനെന്നുള്ള ആ മുദ്ര നമുക്ക് തരും. കർത്താവിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ പൗരത്വം? വേണമോ നിങ്ങൾക്ക്? എൻ്റെ കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവനുള്ള ക്രിസ്തു നമുക്ക് അനുഗ്രഹകരമായ വചനം തന്നിരിക്കുകയാണ്, സ്വർഗത്തിൻ്റെ പൗരത്വം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇന്ന് ഇന്ത്യൻ പൗരനാണെന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ പാസ്പോർട്ടുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ആധാർ കാർഡുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ കാർഡുണ്ട്. പൗരത്വം നമുക്ക് ഇന്ത്യയുടെ പൗരനാണെന്നുള്ള പൗരത്വം നമുക്കുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പൗരത്വമുള്ളവനായ മനുഷ്യൻ അവൻ സ്വർഗത്തിൻ്റെ പൗരത്വം സമ്പാദിക്കണം. അങ്ങനെ അവിടെ പേരെഴുതി കിട്ടണം, സ്വർഗത്തിലെ രജിസ്റ്ററിൽ പേര് വരണം. അതാണ് ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരും. ക്രിസ്തുവിനായിട്ട് ജീവിതം വേർതിരിക്കുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരും. അപ്പോൾ സ്വർഗീയ പൗരത്വം കിട്ടുകയാണ്. അവിടെ സ്വർഗീയ പൗരത്വം കിട്ടുമ്പോൾ നാം സ്വർഗത്തിൻ്റെ പ്രജയായി മാറുകയാണ്. ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നു, പക്ഷേ ഞാൻ സ്വർഗത്തിൻ്റെ പൗരനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഞാൻ സഞ്ചരിക്കുന്നു, ഞാൻ സ്വർഗത്തിൻ്റെ പൗരനാണ്. പ്രിയപ്പെട്ടവരെ, ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ താല്പര്യമുണ്ടോ? ഇന്ന് ഈ അനുഭവം നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഉള്ളത്തിൽ പറയണം, കർത്താവേ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, ഞാൻ മിശിഹായെ സ്വീകരിക്കുന്നു. ഉള്ളത്തിൽ പറയണം. ഇനിമേൽ പാവത്തിൻ്റെ മേലെ യാതൊരു അവകാശമില്ല. മദ്യപാനത്തിനോ മയക്കുമരുന്നുകൾക്കോ എൻ്റെ മേൽ അവകാശം ഉണ്ടാവുകയില്ല. എൻ്റെ ബുദ്ധിയെ മന്ദിപ്പിക്കുന്ന യാതൊരു വിഷ സാധനങ്ങളും ഞാൻ തൊടുകയില്ല. അഴുക്കായ യാതൊരു കാര്യത്തിനും എന്നെ കിട്ടുകയില്ല. എൻ്റെ ഓരോ അവയവവും വിശുദ്ധമായി ഞാൻ സൂക്ഷിക്കും. ഓരോ അവയവവും. ഈ കണ്ണുകൊണ്ട് കർത്താവേ, തിന്മ ഞാൻ കാണുകയില്ല, നന്മ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. അശുദ്ധമായ പടം ഞാൻ കാണുകയില്ല. ഈ കണ്ണ് അശുദ്ധിക്ക് ഞാൻ കൊടുക്കുകയില്ല. ഇതാണ് തീരുമാനം. അതാണ്. ഈ കണ്ണ് തിന്മയ്ക്ക് കൊടുക്കുകയില്ല. ഇത് യേശുവിന് വേണ്ടി നിവേദിച്ചിരിക്കുകയാണ്, യേശുവിന് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുകയാണ്, യേശുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, യേശുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കണ്ണ്, ഈ കണ്ണിൽ കോപം സ്ഫുരിക്കുകയില്ല, പുച്ഛം സ്ഫുരിക്കുകയില്ല. കണ്ണിൽ പുച്ഛം, കണ്ണിൽ പരിഹാസം, കണ്ണിൽ കോപം, കണ്ണിൽ അശുദ്ധി, കണ്ണിൽ എല്ലാം നമ്മൾ ഓരോ അവയവമായിട്ട് നോക്കണം. ഈ നാവ് ഇനി അരുതാത്തത് പറയുകയില്ല, ആരെയും ഞാൻ വിമർശിക്കുകയില്ല, ദൈവവേലയെ ദുഷിക്കുകയില്ല, ദൈവവേലക്കാരെ ഞാൻ പരിഹസിക്കുകയില്ല. എൻ്റെ കർത്താവേ, ഈ നാവ് ആരെയും ചീത്ത വിളിക്കുകയില്ല, ഈ നാവ് ആരെയും ശപിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നാം തീരുമാനിക്കുകയാണ്, ഈ നാവ് യേശുവിന് വേണ്ടി സംസാരിക്കും, യേശുവിനെ സ്തുതിക്കും. യേശുവിന് വേണ്ടി സംസാരിക്കാനുള്ള നാവാണ്, യേശുവിനെ സ്തുതിക്കാനുള്ള നാവാണ്. ഇത് വേറെ ഒന്നിനും ഉപയോഗിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. എൻ്റെ ഈ കൈകൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കൈകളാണ്. 2000 വർഷം മുൻപ് യേശുവേ, ഇതിൻ്റെ കൈകൾ നിശ്ചലമായല്ലോ. എന്നാൽ ഈ 2000 വർഷമായി നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൈകളിൽ കൂടിയാണ്, മനുഷ്യൻ്റെ കൈകളിൽ കൂടിയാണ്. കർത്താവേ, അതിനായി എൻ്റെ കൈ ഞാനിതാ വിട്ടുതരുന്നു. യേശുവേ, നിനക്ക് വേണ്ടി ഞാനിതാ വിട്ടുതരുന്നു. എൻ്റെ കാലുകൾ പാപത്തിലേക്ക് ഓടിയ കാലുകളാണ്. എൻ്റെ കർത്താവേ, ഞാൻ ഈ കാലുകൾ നിനക്കിതാ ഞാൻ സമർപ്പിക്കുന്നു. നിനക്ക് വേണ്ടി മാത്രം ഓടും, നിനക്ക് വേണ്ടി ഞാൻ വേല ചെയ്യും, നിനക്ക് വേണ്ടി ഞാൻ സഞ്ചരിക്കും. സ്നേഹിതരെ, എല്ലാം മനസ്സ്, ബുദ്ധി, ഓർമ്മ, ഹൃദയം, വിചാരം, നിരൂപണം, മനോരാജ്യം എല്ലാം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. സ്തോത്രം. അങ്ങനെ സമ്പൂർണ്ണമായ ഡെഡിക്കേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സമ്പൂർണ്ണമായ ഒരു ഡെഡിക്കേഷൻ. സ്തോത്രം. അപ്പോഴാണ് നാം വാസ്തവ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ പേരുണ്ട്, മത്തായിയെന്നോ മറിയാമ്മയെന്നോ ഒക്കെ പേര് കിട്ടും. അതൊക്കെ വെറുതെയാണ്, അതുകൊണ്ട് കാര്യമില്ല. ക്രിസ്ത്യാനിയാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായിയായി തീരണം. ക്രിസ്ത്യാനിയായി ആകണമെങ്കിൽ വിശുദ്ധനായി തീരണം. വിശുദ്ധന്മാർക്ക് മാത്രം അവകാശപ്പെട്ട സ്വർഗ്ഗത്തിൻ്റെ അവകാശം നമുക്ക് പ്രാപിക്കാൻ സാധിക്കണം. ഇന്നെന്ന പോലൊരു ദിവസം ഞാൻ കടന്നു പോകും, ഞാനും കടന്നു പോകും, നിങ്ങളും കടന്നു പോകും.
കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ കടന്നു പോകുമ്പോൾ നിത്യതയിലേക്ക് നാം ചെല്ലുമ്പോൾ ഇവിടെ നിനക്ക് പ്രവേശനമില്ല എന്ന് കേൾക്കാൻ ഇടവരരുത്. ഇത് സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തുമ്പോൾ ഇവിടെ നിനക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. നരകത്തിലേക്ക്, ഭീകരമായ നരകത്തിലേക്ക് പോകാൻ നമുക്കാർക്ക് ഇടവരരുത്. ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് നമ്മൾ തന്നെ സമർപ്പിക്കുക, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുക. യേശുവേ, ഇതാ ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ നിൻ്റെ സ്വന്തമായി ജീവിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. കർത്താവേ, സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. ഡെഡിക്കേഷൻ. ദൈവത്തിന് സ്തോത്രം. 1 പ്രോമിസ്, 2 ഡെഡിക്കേഷൻ. തലപൊക്കി നോക്കിയാൽ നിനക്ക് വാഗ്ദത്തം കിട്ടും. തലപൊക്കി നോക്കിയാൽ നിനക്ക് സമർപ്പിക്കാനുള്ളതായ അവസരം കിട്ടും. ദൈവത്തിന് സ്തോത്രം. സമർപ്പിക്കാനുള്ളതായ അവസരം പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ നല്ല അവസരം കിട്ടിയിരിക്കുകയാണ്. ഇന്നെന്ന പോലെ ദിവസം ഇനിയൊരു ദിവസം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. കർത്താവിന് സ്തോത്രം. ഇന്നെന്ന പോലെ ദിവസം ഇതുപോലെ പ്രസംഗിക്കാൻ അവസരം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിന് സ്തോത്രം. എന്നാൽ ഒന്ന് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ക്രമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് പറയുന്നു, ഇന്ന് നിങ്ങൾ സമർപ്പിക്കുക. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. കന്യമറിയാൻ പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുക. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെ അവിടെ തൊട്ടതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. അത്ഭുതങ്ങളുടെ ദിവസം തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവനുള്ള ദിവസം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും ദൈവയോടെ നോക്കിയതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവേ, എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.